കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ശ്രീമോളെ, നീ ഇത് എങ്ങോട്ടാ? വല്യമ്മേ, ഞാൻ ഷീലുവിനെ പോയി കണ്ടിട്ട് വരാം. ഞാൻ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. കുറച്ച് ദിവസമായിട്ടേ അവൾ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടേ ഞാൻ വേഗം പോയിട്ട് വരാം. വേണ്ട, നീ ഇപ്പോൾ പോണ്ട. ശ്രീ പറയുന്നത് കേട്ട് അങ്ങോട്ട് വന്ന് ഉണ്ണി പറഞ്ഞു. അതെന്താ ഞാൻ പോയാൽ? അയോഗ്യ. മതി, നാഗവല്ലി കളിക്കാതെ അകത്തേക്ക് പൊടി. ഉണ്ണി ഗൗരവത്തിൽ പറഞ്ഞു. ഇല്ല, ഞാൻ പോകും. എനിക്ക് അവളെ കണ്ടേ തീരൂ. അത് മോളെ, അവളിപ്പോൾ അവിടെ മാമൻ്റെ കൂടെ അവിടെ വീട്ടിലാണ് താമസം. ഇന്ദുവിൻ്റെ വാക്ക് കേട്ടത് സ്ത്രീയുടെ കാലുകളിൽ വിലങ്ങിട്ട് പോലെ നിന്നു. എന്ത്? ഷീത മുഷ്ട സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും കൂടെയാണോ? അങ്ങനെ വരില്ലല്ലോ. അവൾക്ക് അവരെ കാണുന്നതേ ഇഷ്ടമല്ലല്ലോ. പിന്നെ എങ്ങനെ? അത് പിന്നെ അവളുടെ അമ്മ മരിച്ചതിൽ പിന്നെയാ തനിച്ചായ അവളെ അവിടെ കൂടെ കൊണ്ടുപോയി. എന്ത്? എന്താ വല്യമ്മ ഇപ്പൊ പറഞ്ഞേ? ആന്റി മരിച്ചെന്നോ? അതെ, 1 മാസമായി. എന്നിട്ട് എന്താ എന്നോടൊന്നും പറയാനേ? നിന്നോട് പറയണമെന്ന് തോന്നിയില്ല, അത്ര തന്നെ. ഉണ്ണി തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞതും ശ്രീ അവനെ തുറച്ചു നോക്കി. പിന്നെ ശീതുവിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് ഓടി. 1/2 മണിക്കൂർ കൊണ്ട് എത്തേൻ്റെ അടുത്തേക്ക് ശ്രീ 1/4 മണിക്കൂർ കൊണ്ട് എത്തിയിരുന്നു. നീ എന്താ ഇവിടെ? അവിടേക്ക് ഓടി വന്ന സ്ത്രീയെ കണ്ടതും ഇഷ്ടപ്പെടാത്ത പോലെ ഷീതുവിൻ്റെ അപ്പച്ചി ചോദിച്ചു. ഷീതു എവിടെ? ഓടി വന്ന കിതപ്പ് പോലും മാറാൻ നിൽക്കാതെ സ്ത്രീ അവരോട് കാര്യം തിരക്കി. ഏത് ഷീതു? അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ല. ദേ പെണ്ണുപിള്ളേ, എൻ്റെ സ്വഭാവം ശരിക്കും അറിയാലോ. അതുകൊണ്ട് കൂടുതൽ കളിക്കാതെ അവൾ വിളിക്ക്. അതാവും നിങ്ങൾക്ക് നല്ലത്. ആടങ്ങടി പെണ്ണെ, അവൾ ആ വീടിൻ്റെ പിന്നാമ്പുറത്ത് എങ്ങാനും കാണും. അവർ പറഞ്ഞത് കേട്ട് സ്ത്രീ അവരെ ഒന്ന് തുറച്ചു നോക്കി പിന്നാമ്പുറത്തേക്ക് വേഗത്തിൽ നടന്നു. പിന്നിലേക്ക് എത്തിയ സ്ത്രീ ഒരു കുന്നോളം ഡ്രസ്സ് കഷ്ടപ്പെട്ട് അലക്കുന്ന ഷീതുവിനെ കണ്ടതും അവൾക്കൊരുപോലെ ദേഷ്യവും സങ്കടവും വന്നു. ഷീതു? സ്ത്രീയുടെ ഇടറിയ സ്വരം കേട്ടതും ഷീതു ചെയ്യുന്ന ജോലി നിർത്തി തിരിഞ്ഞു നോക്കി. സ്ത്രീയെ ഒരിക്കലും അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവിടെ കണ്ടതും ഷീതു ഒന്ന് ഞെട്ടി. കുറെ കഴിഞ്ഞ് കണ്ടത് കൊണ്ട് തന്നെ 2 പേരുടെയും കണ്ണുകളിൽ ഇറങ്ങണിഞ്ഞു തുടങ്ങിയിരുന്നു. ശ്രീ, നീയോ? ഞെട്ടിലിൽ നിന്ന് മുക്തിയായി ഷീതു അത് ചോദിക്കുമ്പോഴേക്കും ശ്രീ ഓടി വന്ന് അവൾ ഇറുകെ പുറത്തിരുന്നു. അയ്യേ, നീ എന്തേ കാണിക്കുന്നേ? ശ്രീ മാറ്, എൻ്റെ മേൽ നിറയെ അഴുക്കാണ്. ഷീതുവിൻ്റെ ഇടറിയ സ്വരം കേട്ടതും ശ്രീ അവളിൽ നിന്ന് തുറച്ചു നോക്കി. എന്ത് കോലാടിയത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴൊക്കെ അറിയുന്നേ. ആ, നീ അത് വിട്. നിനക്ക് സുഖാണോ? ആ, നിന്നെ ആ സ്ത്രീ വിട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? സ്ത്രീക്ക് അവളുടെ കോലത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അവൾ അവിടെ അനുഭവിച്ചു കൂട്ടുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഷീതു വേദന നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. കള്ളം പറയണ്ട, നിനക്കതിനാവില്ല. ശ്രീ പറഞ്ഞത് കേട്ടതും ഷീതു അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആരുമില്ല ശ്രീ, ആരുമില്ല എനിക്ക്. ആകെയുള്ള അമ്മ പോലെ എന്നെ തനിച്ചാക്കി പോയി. അതേപോലെ ഉള്ളിൽ അടക്കി നിർത്തിയ സങ്കടക്കെട്ടുകളെല്ലാം അവൾ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർന്നു. ആരടി പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? പിന്നെ ഞാൻ നിന്റെ ആരടി? അതോ ഇനി ഞാനും നിനക്ക് അന്യായി പോയോ? തുടക്കം ദേഷ്യത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവസാനമായപ്പോഴേക്ക് സ്ത്രീയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. സ്ത്രീ പറഞ്ഞത് കേട്ടതും ഷീതു നിറകണുകളോട് അല്ലെന്ന് തലയാട്ടി. മതി ഇവിടെ നിന്നത്, വാ നമുക്ക് പോകാം. ശ്രീ ഷീതുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. നീ എന്തൊക്കെയാ ഈ പറയുന്നെന്ന ബോധമുണ്ടോ നിനക്ക്? എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഇപ്പം ഈ ചുറ്റുപാടുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് എന്നെ കൂടെ വരാൻ നോക്ക്. വേണ്ട ശ്രീ, നീ വന്നല്ലോ, എനിക്കത് തന്നെ മതി. ഇതാ നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ നീയുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാകില്ല. ശ്രീ, നിന്ന് മോഹം എടുക്കാണ്ട് എടുത്തിട്ട് പാടി. ശ്രീ കാലിപ്പ് മൂട് ഓണാക്കിയത് ശ്രീ മടിയോടെ പോയൊരു കുഞ്ഞു ബാഗിൽ വേണ്ട സാധനങ്ങളുമായി വന്നു. ശ്രീ, ഒന്നുകൂടെ ആലോചിക്ക്. ഇത് വേണോ? ഞാൻ ഇവിടെ നിന്നോളാം. നിന്റെ പ്രശ്നം എന്താണ് ചെയ്തു? നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ലെന്നാണോ? അത് വേണ്ട, എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ശരിയാണ്. എന്നാലും കുന്തം വീണത് എൻ്റെ കൂടെ പാടി. ശ്രീ കാലിപ്പിൽ അവളുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങി മുന്നോട്ട് നടന്നു. അതെ, എങ്ങോട്ടാ? ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇവൾ എൻ്റെ അനിയനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. ശ്രീ ഷീതുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട് അവളുടെ അപ്പച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ടതും ശ്രീ ഷീതുവിനെ നോക്കിയതും അവൾ തലയും താഴ്ത്തി നിന്നു. അപ്പോഴാണ് ശ്രീ ഷീതുവിൻ്റെ വിരലിൽ കിടന്ന മോതിരം കണ്ടത്. നാളില്ലല്ലോ തല നിങ്ങൾക്ക്, ഇവളുടെ ഇരട്ടി വയസ്സുള്ള ഒരുത്തനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിക്കാൻ. ശ്രീ പറഞ്ഞത് കേട്ടതും അവരവനെ നോക്കി പൂജിച്ചു. അത് കണ്ട് ശ്രീ ഷീതുവിൻ്റെ കയ്യിലുള്ള റിങ് ഊരി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതോടെ തീർന്നു എല്ലാം.
ഇനി എന്തെങ്കിലും ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ഈ ഓഞ്ഞ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിങ്ങൾ ഇപ്പൊ ചെയ്തതിനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വടിയെ ഞാൻ തരാം. ഇപ്പൊ അതിന് സമയമില്ല, കുറെ വിശേഷങ്ങൾ പറയാനുണ്ടേ. ആ സ്ത്രീയെ നോക്കി പരിഹാസിച്ചു വിയോട് അതും പറഞ്ഞ സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ദേഷ്യം വന്നാലുള്ള സ്ത്രീയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ചെയ്ത് പിന്നെ ഒന്നും പറയാൻ പോവാതെ അവളുടെ പിറകെ അനുസരണയോടെ നടന്നു. സ്ത്രീയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ചെയ്തവനുള്ളിൽ ചെറിയ പേടിയുണ്ടായിരുന്നുവെങ്കിലും ഉണ്ണിയൊഴികെയുള്ള എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിൽ അത് മാറിയിരുന്നു. അവർക്കൊക്കെ സ്ത്രീയെ പോലെ തന്നെയായിരുന്നു അവളും. അത് കൂടുതൽ സന്തോഷം നൽകിയിരുന്നത് സ്ത്രീക്കായിരുന്നു. രാത്രി ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് ശീതുവിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു സ്ത്രീ. അവർക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. ശീതമ്മേ, എന്താടി കുന്തം? നിനക്ക് എന്താ ശ്രീ, ഭ്രാന്തായോ? എനിക്ക് ഉറക്കം വരുന്നു, ബാക്കി നാളെ പറയാടി. അത് പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്നില്ലേ. ഉറക്കം വരുന്നില്ലെങ്കിലേ നിന്നെ കെട്ടിയോനെ പോയി കെട്ടിപ്പിടിച്ച് കിടക്ക്, അപ്പം വന്നോളും. നീ പൊടി ശാവമേ, നിന്റെ ഉറക്കം മാറ്റാനുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. സ്ത്രീ പറഞ്ഞത് കേട്ട് ശീതോളെ സംശയത്തോടെ ഒറ്റ നോക്കി. അത് പിന്നെ ഒരു ദിവസം ഞാൻ ശിവേടിന്റെ കൂടെ പുറത്തു പോയപ്പോൾ അലക്സിനെ കണ്ടിരുന്നു. അവന്റെ കൂടെ അവളുണ്ടായിരുന്നു. സ്ത്രീ പറഞ്ഞത് കേട്ടതും ശീതോന്ന് ഞെട്ടി അവളെ നോക്കി. എന്നിട്ട് അവൻ നിന്നെ കണ്ടോ? എടി പൊട്ടിക്കാളി, അവൻ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവോ? ഡേയ്, എനിക്ക് പേടിയാവുന്നു. ഇനി നമ്മളെ തന്നെ ഇങ്ങോട്ടെങ്ങാനും വരുമോ? എന്നെ കൂടി പേടിപ്പിക്കാതെ മിണ്ടാതെ കിടക്കടി. അവൻ വരില്ല, വന്നാലും വെറുതെ വിടില്ല അവരെ ഞാൻ. മതി, ഇനി ആ വിഷയം സംസാരിച്ചുള്ള മൂഡ് കളയണ്ട. ഒക്കെ വരുന്നത് വെച്ച് കാണാം. ആ പിന്നെ ഞാനൊരു കാര്യം മറന്നു. അത് പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സ്ത്രീ സെൽഫിന് നേരെ നടന്ന് അതിൽ നിന്നൊരു ബോക്സുമായി വന്നു. നീ ഇത് തുറന്നു നോക്ക്. സ്ത്രീ കയ്യിലെ ബോക്സ് ഷീതുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഷീതു സംശയത്തോടെ അത് വാങ്ങി തുറന്നതും അതിൻ്റെ ഉള്ളിലുള്ള സാധനം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളുടെ ഷീതു സ്ത്രീയെ നോക്കിയതും സ്ത്രീ അവളെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു. ആ നിമിഷം രണ്ടുപേരുടെയും ഉള്ളിൽ ഓർമ്മകളുടെ വേലിയേറ്റമായി. സ്ത്രീ നീട്ടിയ ബോക്സിൽ നിന്ന് ഷീതു വിറക്കുന്ന കൈകളുടെ ഒരു കുഞ്ഞാൽബം പുറത്തേക്കെടുത്തു. സ്ത്രീയും ഷീതുവും കൂടെ വേറൊരു പെൺകുട്ടിയും കൂടിയുള്ള സുന്ദര നിമിഷങ്ങൾ ഓരോന്നും പകർത്തിയതായിരുന്നു. അതിൽ ഓരോ പേജും മരിക്കും തോറും ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ശ്രീ, ഇതെങ്ങനെ? ഷീതു കവിളിനെ ചുംബിച്ചൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റി വിറയാറുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതൊക്കെ ഒപ്പിച്ചു. ആ ആൽബത്തിലേക്ക് നോക്കും തോറും അവരുടെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് ഊളിയിട്ടുകൊണ്ടിരുന്നു. മതി നോക്കിയിരുന്നത്, എനിക്ക് ഉറക്കം വരുന്നു. ആ തള്ള ഒരു ദിവസം മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. സ്ത്രീയുടെ മുഖഭാവം മാറി വരുന്നത് കണ്ട് ഉള്ളിൽ ഭയം തോന്നിയ ഷീതു വിഷയം മാറ്റാനായി ആൽബം അടച്ച് തിരികെ ആ ബോക്സിലേക്ക് തന്നെ വെച്ച് പറഞ്ഞു. നിനക്കിട്ട ഒന്ന് തരേണ്ടത്. നീ ഇങ്ങനെ പാവായി എല്ലാവരും പറയുന്നതനുസരിച്ച് നടന്നിട്ടാ ആ സ്ത്രീയൊക്കെ നിന്റെ തലയിൽ കയറി നിരങ്ങുന്നേ. ആ ഇനി എന്നെ പറഞ്ഞു, എന്തോരം പ്ലാനിങ് ആയിരുന്നു എനിക്ക്. ഒക്കെ നീ ഒറ്റ കാരണം ഇല്ലാതായിപ്പോയി. എന്ത് പ്ലാനിങ്? അപ്പച്ചിയുടെ കിളവൻ അന്യനെ കെട്ടി അങ്ങനക്ക് വല്ല സൈനൈഡും കൊടുത്ത് കൊല്ലണം, എന്നിട്ട് എല്ലാവരോടും പ്രായമായി മരിച്ചതാണെന്ന് ബോധ്യപ്പെടുത്തി കുറച്ചു കാലം സങ്കടം അഭിനയിച്ച് അങ്ങനെ വിധവവേഷം കെട്ടി ജീവിക്കണം. എന്നിട്ടെന്താ? കിട്ടുന്ന വിധവ പെൻഷനും കൊണ്ടും അങ്ങയുടെ സമ്പാദ്യം കൊണ്ടും ആരുടെയും ശല്യല്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതൊക്കെയായിരുന്നു മനസ്സിൽ. ഒക്കെ നീ തകർത്തില്ലേ? അയ്യോ, ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. എന്തോഞ്ഞ ചളിയടി ശവമേത് ബ്ലേ. എന്റെ ഷീതുസേ, ഇത്രയൊക്കെ പ്ലാൻ ചെയ്തല്ലേ? ആ സ്ഥിതിക്ക് ശ്രീ ബാക്കി പറയാതെ ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി. സ്ഥിതിക്ക് നമുക്ക് അങ്ങേരെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി ആലോചിച്ചാലോ? ഒന്ന് പോടിവില്ലേ, ഇപ്പൊ തന്നെ രക്ഷപ്പെട്ടത് നന്നായി. എനിക്ക് പട്ടുണ്ടോടി എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളെ കേട്ടാൻ. മോളെ, അങ്ങനെ പറയരുത്. നിന്റെ ബെസ്റ്റ് എന്ന നിലയിലേ നിന്റെ ആഗ്രഹം സഹായിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ? എന്റെ ഈ നന്മ നിറഞ്ഞ മനസ്സ് നീ കാണാതെ പോകരുത്. നീ പോയേ, ഞാനത് തമാശ പറഞ്ഞതാ. പക്ഷേങ്കിലേ ഞാൻ സീരിയസ് ആണ്. എന്റെ പൊന്നു കൊച്ചെ, എന്നെ വിട്ടേരെ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഷീതു ദയനീയതയോടെ കൈകൾ കൂപ്പി പറയുന്നത് കേട്ടതും ശ്രീ ഉറക്കം പൊട്ടിച്ചിരിച്ചു. ശ്രീയുടെ ചിരി കണ്ടതും ഷീതോളെ കൂർപ്പിച്ച് നോക്കി. പെട്ടെന്നാരോ കഥകിനെ തട്ടിയതും ശ്രീയുടെ ചിരിച്ചിട്ട് പോലെ ഡും ഡും. ആരോ കഥകിനെ തട്ടി. ഞാനൊന്ന് ഞെട്ടി. വീണ്ടും തട്ടി. ആരാ? നിന്റെ അമ്മായി. പോയി കഥക് തുറക്കടി. ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. പല ഭൂതോ പ്രേതൊക്കെ ആണെങ്കിലോ? എനിക്കാണെങ്കിലേ അവറ്റകളൊന്നും കണ്ണെടുത്താ കണ്ടൂടാ. പേടിയാണെങ്കിൽ പറഞ്ഞാ പോരടി. പേടിയോ? എനിക്കത് എന്താന്ന് പോലും അറിയില്ല. എന്നാ പോയി തുറക്ക്. ഇല്ല, പല മാറുതൊക്കെ ആണെങ്കിലോ? എൻ്റെ അച്ഛനും നമുക്ക് ഒറ്റ മോളാ. അവരെ കരയിപ്പിക്കാൻ എനിക്ക് വയ്യ. ഒരു മാറുതിയുള്ള വീട്ടിലേക്ക് വേറൊരു മരത്തെ വരില്ല എൻ്റെ ശ്രീ.
ഷീത് സ്ത്രീക്കിട്ട് താങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ എന്തടി കോപ്പേ ആ കാലിന് പഠിക്കാണോ? സ്ത്രീ കലിപ്പിൽ ചോദിച്ചതും ഷീതു അല്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി. എങ്കിൽ പോയി കഥക് തുറക്ക്. എന്റെ ശിവനെ, എന്നെ രക്ഷിക്കണേ. സ്ത്രീ ബെഡിൽ കിടന്ന് തലവടി പുതപ്പെട്ട് മൂടി ഷീതുവിനോട് പറഞ്ഞതും അവൾ സ്ത്രീയെ നോക്കി പല്ല് കടിച്ച് മുടി വാരി കെട്ടിപ്പോയി ഡോറ് തുറന്നു. എന്താടി കഥക് തുറക്കാൻ എത്ര താമസം? ഷീത് ഡോറ് തുറന്നത് മുന്നിൽ നിൽക്കുന്ന ഉണ്ണി അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഉറങ്ങായിരുന്നു. അവന്റെ നോട്ടം കണ്ട് പേടിച്ച് തലതാഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഉണ്ണിയുടെ ശബ്ദം കേട്ടതും സ്ത്രീ ആശ്വാസത്തോടെ തലയിൽ നിന്ന് പുതപ്പെടുത്ത് മാറ്റി. പിന്നെ ഉണ്ണി കാണാതെ വേഗം ബെഡിൽ ആൽബം എടുത്തു വെച്ചു. എന്തേട്ടാ, എന്താ കാര്യം? സ്ത്രീ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്ത്? അല്ല, ഏട്ടൻ ഈ ടൈമിൽ ഇങ്ങോട്ട് വന്നത്? ഇവിടെ നിന്ന് ബഹളം കേട്ട് വന്നതാ. നിനക്കൊന്നും ഇനി ഉറങ്ങാനായില്ലേ? അത് പിന്നെ ഉണ്ണിയേട്ടാ, ഞങ്ങൾ ഉറങ്ങിയിരുന്നു. അല്ലേടി? കള്ളം പറയണ്ട. നിങ്ങളുടെ ബഹളം കേട്ട് ഉറങ്ങാൻ കഴിയാത്തോണ്ടാ ഞാൻ വന്നേ. നിനക്കറിയില്ല ശ്രീ, കൂടുതൽ നേരം ഉറക്കമൊഴിച്ചിരുന്നാ നിനക്ക് വീണ്ടും ഹെഡ് പെയിൻ ഉണ്ടാകുന്നു. അതെങ്ങനെയാ? കൂടുള്ളവർക്കൊരു ബോധമില്ലല്ലോ. അവസാനം കൊണ്ട് ശീതുവിനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. ഓ ഏട്ടാ, എനിക്കൊക്കെ അറിയാം. ഞാൻ മറന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് മുമ്പത്തെ പോലെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അധികം നേരം നിൽക്കാതെ വേഗം ഉറങ്ങാൻ നോക്ക്. ശരി, ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ് കുഞ്ഞൂസേ. ഓ, നിന്റെ ഏട്ടനെന്താടി ഹിറ്റ്ലർ മാധവൻ കൂടിയോ? നിന്റെ വല്യമ്മയും വല്യച്ഛനൊക്കെ എന്ത് പാവാ. പിന്നെ നിന്റെ ഉണ്ണിയേട്ടൻ മാത്രം എങ്ങനെ? ഉണ്ണി പോയതും കഥ കഴിച്ച് സ്ത്രീക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഈ ശീതമ്മേ വേണ്ടട്ടോ, എന്റെ ഉണ്ണിയേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, ഞാൻ ആരെയും ഒന്നും പറഞ്ഞില്ലായേ. പ്രത്യേക തോണിൽ അതും പറഞ്ഞ് ശീതു ബെഡിൽ കയറി കിടന്നു. നീ എന്താ ശ്രീ കിടക്കുന്നില്ലേ? താടിക്ക് കൈ കൊടുത്ത് ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന സ്ത്രീയെ തോണ്ടി വിളിച്ച് ചോദിച്ചു. എന്താ? നിനക്കെന്താ ഉറക്കമില്ലേ? വേഗം കിടക്ക്, ഇല്ലെങ്കിൽ ആ വെട്ടുപോത് വീണ്ടും പാരും. ഷീതു പറഞ്ഞത് കേട്ടതും ശ്രീ അവളെ കണ്ണുരുട്ടി നോക്കിയതും ഷീത് അവളെ നോക്കി പല്ലിച്ച് കാണിച്ച് കണ്ണടച്ച് കിടന്നതും ശ്രീ ചുണ്ടിൽ വിരിഞ്ഞ് ചിരി ഒളിപ്പിച്ച് വെച്ച് അവളോട് കൂടെ ചേർന്ന് കിടന്നു. കുറെ നേരം കിടന്നിട്ടും സ്ത്രീക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചാൽ ആ കാപ്പിക്കണ്ണുകൾ അവളിൽ മെഴിവോടെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അമരവതിയിൽ നിന്നും എല്ലാവരും വിളിച്ച് സംസാരിച്ചിട്ടും ഇത്ര നേരമായിട്ട് ശിവ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാത്തത് അവളുടെ ഉള്ളിൽ നോവ് തീർത്തു. ഓരോന്നാലോചിച്ച് ഷീതുവിനെയും വെറുക്കപ്പെടുന്നു അവളും എപ്പോഴും നിദ്രയെ പുൽകിയിരുന്നു.